മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടക്കാരായ 2 പേർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ഘട്ടം ആമുൽ ഹുസ്ൻ. അതിലൊന്ന് ഖദീജ ഉമ്മയാണ്. ആരാണ് ഖദീജ ഉമ്മ? നബി തങ്ങളുടെ താങ്ങും തണലുമാണ് ഖദീജ ഉമ്മ. പല ഭാര്യമാരും മഹദിയുടെ വഫാത്തിന് ശേഷം ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ മഹദിയെ കുറിച്ച് പറയണത്? മാ ഹാദിഹി ഇല്ലാ അജൂസത്തുൻ മിൻ അജായിസി ഖുറൈശ്. ഒരു വയസ്സത്തി പെണ്ണുങ്ങൾ എന്നല്ലാതെ ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റി വല്ലതുണ്ടോ? അതിന് തങ്ങളുടെ മുഖം ചുവന്ന് തൊടുത്തു. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ 9 ആൾ കൂടിയാലും എന്റെ ഖദീജ ഔല. എന്റെ ജനത എന്നെ സാഹിർ കളിയാക്കിയിരുന്നു, എനിക്ക് വേദനയില്ല. എന്നെ പാട്ടുകാരൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നു, ഞാൻ വിഷമിച്ചില്ല. പണമില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ, 5 പൈസക്ക് വകയില്ലാത്ത പാപ്പറാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് പൊള്ളിപ്പോയിരുന്നു. ആ ഘട്ടത്തിൽ തങ്ങള് വളരെ വിഷമിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീവി ചോദിക്കുന്നുണ്ട്, മുത്തതങ്ങൾക്ക് എന്തോ പ്രയാസം ഉണ്ടല്ലോ മുഖത്ത്, എന്താണ് പറ്റിയത്? പറയണം. അവരിങ്ങനെ പറഞ്ഞു പരിഹസിച്ചു. ആ പറഞ്ഞതിനാണോ? എന്റെ അടുത്ത് എന്തെല്ലൊക്കെ സ്വത്തുണ്ട് നബിയെ, മക്ക മദീന വാങ്ങാൻ മാത്രം സ്വത്തുണ്ട്, അത് മുഴുവനും തങ്ങൾക്ക് ഈ നിമിഷം. ഇനി ആ വാക്ക് അവര് പറഞ്ഞു പോകാൻ പാടില്ല. അതാ ഖദീജ ബീവി. വഫാത്തിന്റെ ഘട്ടത്തില് തങ്ങൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ തങ്ങളെ തടവിയിട്ട് പറയുന്നുണ്ട്, ഞാൻ പോവാണേ, ഇനി ഞാൻ ഇല്ലാത്തതിന്റെ വിഷമൊന്നും കാണിക്കരുത്. ഖദീജ ബീവിനെ നിർവചിക്കാനൊന്നും ആർക്കാവൂല. ആ ഖദീജ ഉമ്മ പോയി. ആ ടെൻഷനിലാണ് ത്വായിഫിലേക്ക് പോണത്. നബിയാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ത്വായിഫുകാര് പറഞ്ഞത്, നീ നബിയാണെന്ന് കേൾക്കണതിനേക്കാൾ നമുക്കിഷ്ടം കഅബന്റെ അടുത്തോട്ട് മൂത്രയിക്കണാണ്. മുബാറക് ഫൂരി ഭംഗിയായിട്ട് ആഖ്യാനം ചെയ്യുന്നുണ്ടത്. തങ്ങൾ വിഷമിച്ചു പോയി. ഭ്രാന്തം പിള്ളേരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചു, കല്ലെടുത്തിട്ട് എറിഞ്ഞു. ഏത് കാലിന്? സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട കാലിന്. സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട കാലിന് കല്ലേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സ്വർഗം. തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ ലബ്സി. ചരൽ കല്ലിലൂടെ കപ്പലോടില്ല, കഷ്ടപ്പെടാതെ സ്വർഗം കിട്ടില്ല. ആ കാലിന് കല്ല് കൊണ്ട നേരം തളർന്നിരിക്കുന്ന ഘട്ടത്തിൽ സെയ്ദ് തങ്ങളോട് പറയേണ്ട, കുറച്ച് വെള്ളം എടുത്തു വരുവാനെ. വെള്ളം എടുക്കാൻ വേണ്ടി സഖഫി ഗോത്രക്കാരെ അടുത്തേക്ക് പോയപ്പോൾ അവർ കൊടുത്തില്ല. കാലിപ്പാത്രമായിട്ട് വരുമ്പോൾ തങ്ങൾ വിചാരിച്ച അതിൽ വെള്ളമുണ്ട്. വേമ മോനെ, അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ഞാൻ എന്താ ഇപ്പൊ തങ്ങളോട് പറയേണ്ടത്? അപ്പോഴാണ് അവർക്ക് തന്നെ ഒരു വിഷമം തോന്നി ശത്രുക്കൾക്ക്. അദ്ദാസ് എന്ന ക്രിസ്ത്യൻ ചെക്കനെ കുറച്ച് മുന്തിരി കൊടുത്തയച്ചു. എൻ്റെ പേരെന്താ മോനെ? അദ്ദാസ്. നാട് നീനവ. അതെന്റെ യൂനുസ് എന്ന സഹോദരന്റെ നാടാണല്ലോ. അപ്പൊ അയാള്, നിങ്ങൾക്ക് എങ്ങനെ യൂനുസ്? അവര് നബിയല്ലേ, ഞാനും നബിയാണ്, നമ്മൾ 2 ആളും നബിമാരാണ്. സഹോദര്യ ബന്ധമുണ്ട്. തങ്ങൾക്ക് മനസ്സിലായി ഇയാൾ നമുക്ക് പിടിക്കാൻ പറ്റിയ ആളാണ്. തളർന്നിരിക്കുന്ന ഘട്ടം, രക്തൊലിച്ച ഘട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് അധികം കിട്ടണമെന്ന് ചിന്തിച്ച പ്രസ്ഥാന നായകൻ മുന്തിരി പിടിച്ചിട്ട് ഉറക്കെ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സൂത്രം കുറിക്ക് കൊണ്ടു. ആ പദ്ധതി അയാൾ ചോദിച്ചു, ബിസ്മി എന്താണത്? അള്ളാഹുവിന്റെ പേര്. ആരാണ് അള്ളാഹു? അൽ വാഹിദ് അൽ ഖഹാർ സമദ്. അള്ളാഹിന്റെ വിശേഷണം പറഞ്ഞു. മൂപ്പര് ഇസ്ലാമിക്ക് വന്നു, മെമ്പർഷിപ്പ് അപ്ലോഡഡ്. ഇതിനാണ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് മഹബത്ത്. അടുത്തൊരു വർത്താനുണ്ട്. 2 മലക്കൾ ചീറിപ്പാൻ വരുന്ന ആംബുലൻസ് വരുന്ന മാതിരി അവർ വന്നിട്ട് ചോദിച്ചു, ഈ പർവ്വതം ഈ ദുഷ്കർമ്മികൾക്കെതിരെ ഇടിച്ച് നശിപ്പിക്കട്ടെ നബിയെ. വേണ്ട വല്ലാഹിൽ അർജു, എനിക്ക് അങ്ങനെ വേണ്ട. ഈ യൂണിറ്റ് ഇപ്പൊ ശരിയായില്ലെങ്കിലും, ഈ ബ്ലോക്ക് ഇപ്പൊ ശരിയായില്ലെങ്കിലും അടുത്ത സംഘടനാ വർഷം ശരിയായാലോ, അടുത്ത സംഘടനാ വർഷം അവിടെ യൂണിറ്റ് രൂപപ്പെട്ടു വന്നാലോ, അത് മതി. ഇതിന്റെ പേരെന്നെയാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. വേറെന്ത് ഇസ്ലാം നമുക്കുള്ളത്?